കൊല്ലം കോട്ടുക്കൽ മഞ്ഞപ്പുഴ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ദേശീയ ഭക്തിഗാനം പാടിയതിൽ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് ക്ഷേത്രോപദേശക സമിതി. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഗാനമേളയിൽ ക്രിസ്തീയ ഗാനങ്ങളും ഇസ്ലാമിക ഗാനങ്ങളും ഒപ്പം ദേശഭക്തി ഗാനവും പാടിയിരുന്നു. സാമുദായിക ഐക്യത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഉപദേശക സമിതി സെക്രട്ടറി MR ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ക്ഷേത്രത്തില് ദേശഭക്തിഗാനം ചൊല്ലിയതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ച വന്നേക്കുന്നത്. ദേശഭക്തിഗാനം ചൊല്ലുന്നതിന് ഇപ്പോൾ ഉപദേശ സമിതി അംഗീകാരം കൊടുത്തിട്ടൊന്നുമല്ല. അവര് ക്ഷേത്രത്തിൽ ഗാനമേള അവതരിപ്പിക്കുന്ന സമയത്ത് ആ പാട്ടിന്റെ കൂട്ടത്തിൽ പാടി പോകുന്ന രീതിയിലാണ് പാടിപ്പോയത്. ഒരു ചെയിൻ സോങ് ആയിട്ടാണ് മറ്റു പാട്ടുകളെല്ലാം വന്നത്. അതിനകത്ത് ക്രിസ്തീയ ഗാനമുണ്ട്, ഇസ്ലാമിക ഗാനങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ഗാനങ്ങളുണ്ട്. അതിനൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് ഒരു ദേശഭക്തി ഗാനം പാടിയതിനെ പറ്റി ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നേക്കുന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ഉണ്ട്. മനോജ്, ഇപ്പോൾ സാമൂഹ്യ ഐക്യം തകർക്കാനുള്ള ശ്രമമെന്നാണ് ക്ഷേത്രോപദേശക സമിതി പറയുന്നത്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഗാനം സ്റ്റേജിൽ പാടിയതെന്നും ക്ഷേത്രോപദേശക സമിതി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായാണ് ഈ ഗാനമേള നടന്നത്. ഗാനമേളയിൽ ദേശഭക്തി ഗാനം പാടിയതിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ ഗാനമേളയിൽ തന്നെ ക്രിസ്തീയ ഗാനങ്ങളും ഇസ്ലാമിക ഗാനങ്ങളും ഒപ്പം ദേശഭക്തി ഗാനവും പാടിയിരുന്നു. ഉപദേശക സമിതിയുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല ഈ പാട്ടുകൾ പാടിയതെന്നും അത് നടത്തുന്നത് മറ്റൊരു സമിതി, അതായത് സ്പോൺസർഷിപ്പിലാണ് ഈ പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ അവതരിപ്പിക്കുമെന്നുള്ള പാടുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഉപദേശക സമിതിയും വ്യക്തമാക്കുന്നത്. അതിൽ പ്രത്യേക നിർദ്ദേശപ്രകാരമൊന്നുമല്ല ഈ പരിപാടി അവതരിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരു സാമൂഹിക ഐക്യത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം ഈ ഭാഗത്ത്, അതായത് രാഷ്ട്രീയ പ്രേരിതമായി ഈ പരാതി നൽകിക്കൊണ്ട് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് ഉപദേശക സമിതി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പരാതി നൽകുകയും പിന്നീട് അതിനെ തുടർന്ന് പലതരത്തിൽ അത് വ്യാഖ്യാനിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. വലിയ വിവാദത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അനാവശ്യമായാണ് ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി വ്യക്തമാക്കുന്നത്. കാരണം സാധാരണയായി പാടി വരാറുള്ള പാട്ടുകളാണ് ഈ ഗാനമേളയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നത്. എന്നാൽ അതിനെ ഒരു രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് അത്തരത്തിൽ പരാതിപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അത് മറ്റ് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഉപദേശക സമിതി അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പരാതി നൽകിയ വ്യക്തിയെ നേരത്തെ ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചതിന് മറ്റൊരു ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതായും ആരോപണമുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള വിശദീകരണം തങ്ങൾ നൽകുമെന്നും ഈ ഉപദേശക സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളടക്കം അവിടെ എത്തി ഈ പ്രേക്ഷകരടക്കം ആവശ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലൊരു ഗാനം, അത് സാധാരണയായി ചെയിൻ സോങ് ആയി പാടി വരുന്ന ഗാനങ്ങളാണ് അവതരിപ്പിച്ചത്. തുടരുക. ഇപ്പോൾ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി MR ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയിലാണ് ഇത്തരത്തിലുള്ള ഗാനം ആലപിച്ചത്. എന്താണ് അന്ന് നടന്ന സംഭവം? നമസ്കാരം. അന്ന് നമ്മുടെ ഗാനമേളയിൽ ഒരു ചെയിൻ സോങ് ആയിട്ടാണ് ഈ ഗാനം ആലപിച്ചതെന്ന് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയ ഒരു വിവാദം മാത്രമാണ്. കഴിഞ്ഞ ഈ ഉപദേശ സമിതിയിലുള്ള വ്യക്തി, ഉപദേശ സമിതിയിൽ പരാതി കൊടുത്ത വ്യക്തി നമ്മുടെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തില് ഉപദേശ സമിതി അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ചതിന്റെ പേരിൽ FB പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ആ ക്ഷേത്ര ഉപദേശ സമിതിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഉപദേശ സമിതിയിൽ അംഗമായതിനു ശേഷം പോയി ഇതുപോലൊരു പരാതി കൊടുത്തേക്കുന്നത്. ഇത് തികച്ചും സാമൂഹ്യ ഐക്യം തകർക്കാനുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പുറപ്പാട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോ എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും പാടിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്തീയ ഗാനങ്ങളായാലും ശരി, അതുപോലെ എല്ലാ മതത്തിൽപ്പെട്ട ഗാനങ്ങളും ഇവിടെ പാടിയിട്ടുണ്ട്. ഇത് കുറേ വർഷക്കാലമായി ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ഗാനങ്ങളും, അതുപോലെ നമ്മളിപ്പം ഉപദേശ സമിതി ഒന്നും അതിനകത്ത് വിട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ആരാണോ പ്രോഗ്രാം നടത്തുന്നത് അവർ തന്നെയാണ് ഇന്ന ഗാനങ്ങൾ പാടണം, അത് ചെയ്യുന്നു എന്നൊക്കെ പാടുന്നത് അവർ തന്നെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷിച്ചതെന്ന് വ്യക്തമായത് ഇതാണ്. അവിടെ ദേശഭക്തി ഗാനം ചൊല്ലി, ആ ദേശഭക്തി ഗാനത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ എന്തെങ്കിലും നിയമപരമായ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? ക്ഷേത്രോപദേശ സമിതി അന്വേഷിച്ചിട്ട് നാളെ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അത് അന്വേഷിച്ചിട്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ 10 മണിക്കകം റിപ്പോർട്ട് കൊടുക്കും.
ശരി, ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി MR ഉണ്ണികൃഷ്ണനാണ് ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചത്. ഇപ്പോൾ മനോജ് തുടരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ സാമൂഹ്യ ഐക്യം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി ഇയാൾ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ സെക്രട്ടറി നമ്മളോട് പ്രതികരിച്ചത്. കൂടാതെ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിശദീകരണം നാളെയോടുകൂടി നൽകുമെന്നൊക്കെയാണ് സെക്രട്ടറി പറഞ്ഞത്. വിശദാംശങ്ങൾ. ദൃശ്യ, ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ അറിയാൻ സാധിച്ചത് കടയ്ക്കൽ പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ പ്രേരിതമായി നൽകിയ പരാതിയിന്മേൽ കടയ്ക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. പാട്ട് പാടിയവർക്കും അതോടൊപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളുടെയും പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഉപദേശക സമിതി ഭാരവാഹികൾ വ്യക്തമാക്കിയതാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി അനാവശ്യമായുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ സാധാരണയായി എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ ഉത്സവത്തിന്റെ ഭാഗമാകുന്നു. അത്തരത്തിൽ ഗാനമേള നടത്തിയിട്ടുള്ളത് അവിടെ ഒരു സമിതി തന്നെയാണ്. ആ സമിതിയുടെ നേതൃത്വത്തിൽ ഗാനമേള നടന്നപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുപോലെ ഗാനങ്ങൾ ആലപിച്ചു. പക്ഷെ അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഉപദേശക സമിതി അടക്കം വ്യക്തമാക്കുന്നത്. ആ ഒരു സമയത്താണ് പ്രതികാര നടപടി എന്നോണം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിലുള്ള പരാതി നൽകുന്നതും പിന്നീട് അത് വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതും. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം ക്ഷേത്ര ഉപദേശക സമിതി നൽകും. അതിനുശേഷം നിയമപരമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നതിനുൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ട്. അതായത് സാധാരണയായി ക്ഷേത്രത്തിൽ കെട്ടിവരുന്ന ഈ കാവി തോരണങ്ങൾ, അത് കാവി മാത്രമല്ല ചുവപ്പ് കൊടികൾ വരെ ക്ഷേത്രത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കൊടികൾ കെട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാവി തുണികളും ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് സാധാരണയായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ച് വരുന്നത് ആണ് എന്നുള്ള കാര്യം തന്നെയാണ് ഉപദേശക സമിതി അടക്കം വ്യക്തമാക്കുന്നത്. അതിൽ പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ചിഹ്നമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടയാളങ്ങളോ ഒന്നും അകത്ത് കെട്ടിയിരിക്കുന്ന ഈ തുണികളിലൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ഒരു ശ്രമങ്ങൾ അത് എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൈയടക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഈ ഒരു വിഷയത്തിൽ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ദൃശ്യ. ശ്രീ മനോജാണ് കൊല്ലത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.